ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന കുറച്ച് സമ്മന്തിപ്പൊടിയാണ്. സ്കൂളൊക്കെ തുറക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ചോറിന് കൊടുത്തു വിടാൻ പെട്ടെന്ന് ഒരു സമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ഒരു മെഴുക്കുവരട്ടിയോ ഒരു തോരനോ എല്ലാം മതിയല്ലോ. അതിന് വേണ്ടിയിട്ട് 2 തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്, ഒരു 10-12 കൊച്ചുള്ളി, ഒരു 5-8 മുളക്, 2 ചെറിയ കഷ്ണം ഇഞ്ചി, ഇച്ചിരി കറിവേപ്പില, 4 അല്ലി വെളുത്തുള്ളി, പുളി, ശകലം കായപ്പൊടി, ഇനി വേണ്ടുന്ന ഉപ്പും പിന്നെ ഇച്ചിരി ഉലുവാപ്പൊടി, ശകല 1-2 കുരുമുളകും എല്ലാം കൂടെ ചേർക്കണം. ഇനി ഇത് ഞാനൊന്ന് വറക്കാൻ പോവുകയാണ്. അതിന് ഈ തേങ്ങ ചെറുതും വലുതുമായിട്ടാണ് തിരുമിയിരിക്കുന്നത്. അതുകൊണ്ട് മിക്സിയുടെ ജാറിലിട്ട് ഒരൊറ്റ കറക്കി എല്ലാം ഒരുപോലെ ആക്കാൻ പോവുകയാണ്. നമ്മൾ തേങ്ങ ഞാനിവിടെ ചെറുതായിട്ട് മിക്സിയിലിട്ട് ഒന്നടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഈ കൊച്ചുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിടാൻ പോവുകയാണ്. നമ്മുടെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 കുരുമുളക് കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളകും ഉണ്ട്. ഇനി അത് വറുത്തതിന് ശേഷം ശകലം മല്ലിപ്പൊടി, ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ മൂക്കാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ തേങ്ങ പകുതി മൂപ്പായപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂക്കണം. നമ്മുടെ തേങ്ങയും മുളകും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് നിറത്തിന് വേണ്ടി കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു സ്പൂൺ മല്ലിപ്പൊടി, ശകലം കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കുന്നുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഉപ്പും പുളി എല്ലാം കൂടെ ചേർത്ത് പൊടിച്ചിട്ട് നമ്മുടെ സമ്മന്തിപ്പൊടിക്കുള്ളതെല്ലാം തണുത്ത് റെഡി ആയിരിക്കൊണ്ട് ഞാനിനി ഇത് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാൻ പോവുകയാണ്. ആദ്യം ഞാൻ ഈ ജാറിലോട്ട് കുറച്ച് പുളി ഇട്ട് കൊടുക്കുകയാണ്. പുളി ഉപ്പും ഇട്ട് കൊടുത്ത് ഇതൊന്ന് ചെറുതായിട്ട് പൊടിച്ചതിന് ശേഷം ഈ ഉപ്പിൻ്റെയും പുളിയുടെയും കൂട്ടത്തിലോട്ട് ഇതിനകത്ത് ഇട്ടിരുന്ന മുളക് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ മുളകും കൂടെ ഒന്ന് പൊടിച്ചിട്ട് ഇനി ഇത് കുറേശ്ശെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയും പൊടിച്ച് മാറ്റി വെച്ചിട്ട് അടുത്തത് പൊടിക്കും. നമ്മുടെ സമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിൽ നിന്ന് ഇതിലോട്ട് ഇടുകയാണ്. ഇനി ഈ സ്പൂൺ കൊണ്ടൊന്ന് ചെറുതായിട്ട് ഇളക്കി ചൂട് മാറുമ്പോൾ ഡപ്പയ്ക്കകത്തിട്ട് അടച്ചു വെക്കണം. രാവിലെ സ്കൂളിൽ പോകുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കും എല്ലാം പെട്ടെന്ന് ഒരു കറി, അതിൻ്റെ കൂടെ ഒരു തോരനോ ഒരു മെഴുക്ക് പുരട്ടിയോ ഒരു അച്ചാറോ ഒക്കെ